ഞാൻ ഫ്രം കേരള. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പണ്ടൊരു കുറച്ച് കാലം മുമ്പ് കഴിഞ്ഞ കൊല്ലമായിട്ട് ഒരു കോയിൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ലിറിയാന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നിലവിലത് വർക്കിംഗ് അല്ല. ഓക്കെ, ആ പ്ലാറ്റ്ഫോം പിന്നില്ലാണ്ടായി. ഓക്കെ, പക്ഷേ ഈ കറൻ്റ്ലി കോയിൻ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു പരീക്ഷണം ചെയ്യാനുണ്ട്. ഞങ്ങൾ പണ്ട് ബിറ്റ്കോയിൻ കേരളയിൽ 2018 സ്ട്രോങ് ഹാൻഡ് എന്നുള്ളൊരു കോയിൻ നമ്മൾ ഇതുപോലെ ഹൈപ്പ് ചെയ്തിട്ട് കുറച്ച് പ്രൈസ് കയറ്റുന്നു. അന്ന് കുറേ പേർക്ക് നമ്മുടെ കൂടെ നിന്നിട്ട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് പോലെ ഒന്ന് ചെയ്തുകൊണ്ട് ഒരു 5 ദിവസം ട്രയൽ ചെയ്ത് നോക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ കാണിക്കുന്ന ആകെ $177. ഓക്കെ, അതായത് ടോട്ടൽ സ്റ്റേക്ക് ചെയ്തത് $47 സ്റ്റേക്കിങ് മറ്റേ ലിക്വിഡേഷനുള്ള കോയിനുകളുള്ളൂ. അതിന് തോന്നുന്നു വാക്കുകൾ മറന്നുപോയി. ലിക്വിഡിറ്റി ആകുള്ളത് $47. അപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു പൈസയുടെ അടുത്തെങ്കിലും ഒരു കോയിന് എത്തിക്കുക, അല്ലെങ്കിൽ ഏകദേശം ഒരു 1 മില്യണോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്കുള്ള മാർക്കറ്റ് ക്യാപിറ്റലേഷൻ എത്തിക്കാനാണ്. അപ്പോൾ 5 days ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് അറിയില്ല, കാരണം ഈ ചാനലിൽ ഞാൻ വീഡിയോ ഇടാണ്ട് ആയിട്ട് കുറച്ചധികം കാലമായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോക്കണുകൾ നോക്കിയപ്പോൾ നമുക്ക് അവസാനമായിട്ടൊരു ട്രാൻസാക്ഷൻ നടന്നത് ഒരു 50 ദിവസം മുമ്പാണ് ഒരു ബൈ അങ്ങോട്ട് നടന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ ടോക്കൺ നിൽക്കണതിൽ ഈ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തതും ഈ ലിക്വിഡിറ്റിയിൽ തന്നെയാണ്. ബാക്കി പിന്നെ ആകെ 2-3 മേജർ ആൾക്കാരുള്ളൂ. പക്ഷേ പല അക്കൗണ്ടുകളിലും ആക്റ്റീവ് അല്ല. അവസാനമായിട്ടൊരു ട്രേഡ് നടന്നത്, ഒരു സ്വാപ്പ് നടന്നത് 61 ദിവസങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അതിന് മുമ്പ് നടന്നത് 509 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ട്രാൻസാക്ഷൻ നടന്നത്. സോ ഞാനെന്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു എമൗണ്ടിൽ ഫസ്റ്റത്തെ ഡേ പർച്ചേസ് ചെയ്തിട്ട് നമുക്കിതിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് നോക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻകേക്ക് സ്വാപ്പിലാണ് ഞാൻ ഇത് ചെയ്യണത്. ഓക്കെ, ഇതിൻ്റെ കോൺട്രാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പാൻകേക്ക് സ്വാപ്പ് തുറക്കാം. നിങ്ങൾക്ക് പാൻകേക്ക് സ്വാപ്പ് തുറന്നിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ തുറക്കുക. മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ഏതാണെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫസ്റ്റത്തെ സ്വാപ്പ് പ്ലാറ്റ്ഫോമിൽ എത്തും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോർമലി ലിറിയ എന്നുള്ള കോയിനോടെ കാണില്ല. നിങ്ങൾ ജസ്റ്റ് വേറെ ഏതെങ്കിലും കറൻസി ആയിരിക്കും എടുക്കണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കോയിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട്, അത് ഞാൻ എടുക്കുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം, അവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കാണിക്കും. ഇല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. ഓക്കെ, ഇതിലിപ്പോൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലൂടെ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ചെയ്യാൻ അറിയില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്കത് ശരിയാക്കാം. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ലിറിയ കോയിൻ എന്ന് കാണിക്കും. പിന്നെ മുകളിലുള്ളത് ഇത് USD എൻ്റെ കയ്യിലുണ്ട്, $5 USD എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ $5 വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കണം. പിന്നെ അത് മാത്രമല്ല, വെറുതെ കുറേ വാങ്ങി കൂട്ടിയിട്ടും കാര്യമില്ല. മാർക്കറ്റിൽ അതിനനുസരിച്ച് പ്രൈസ് കയറുകയാണെങ്കിൽ നമുക്ക് നഷ്ടമായി മാറുമല്ലോ. എന്നാലും ജസ്റ്റ് ഞാനൊരു $5, അപ്പോൾ ഏകദേശം നമുക്ക് എത്ര 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 10 കോടി, 100 കോടി, 1000 കോടി, അതായത് 1000 കോടി കോയിനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് 1 ട്രില്യണോളം അതായത് 1 ലക്ഷം കോടി കോയിൻ സപ്ലൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എന്നുള്ളതിൻ്റെ പകരം 50%, അത് ഏകദേശം ഒരു $3 കറൻസി വാങ്ങുകയാണ്. കാരണം ഇവിടെ ഹൈ റിസ്ക് കാണിച്ചതുകൊണ്ടാണ്. പിന്നെ ഓട്ടോണ് ഇട്ട് വെച്ചാണ് പെർസെൻറ്റേജ്, സൗകര്യം പോലെ എന്താണ് ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ ഈ കോയിൻ പിന്നെയും ചെയ്യാണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്മിൻ അക്കൗണ്ടുകളായിരുന്ന അക്കൗണ്ടുകളിലൊന്നും കാലങ്ങളായിട്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കണില്ല. പിന്നെ എന്താ പറയുക, ഇതിൽ ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ ട്രേഡ് നടക്കും തോറും നമ്മൾ കോയിൻ ചെയ്ത ഹോൾഡ് ചെയ്ത് വെച്ചാൽ കോയിൻ ഒരു ചെറിയൊരു വിഹിതം കിട്ടുക എന്നുള്ളൊരു സ്കീം ഉണ്ടായിരുന്നു. അതുകൂടി കൊണ്ടാണ് ഞാനിത് ചെയ്യണത്. ഓക്കെ, ഞാനിത് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ നിലവിലുള്ള കുറച്ച് ബാലൻസുള്ള USDT ഇതിൻ്റെ സ്വാപ്പ് ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കതൊരു ഹൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. ഞാനെന്തായാലും ഏകദേശം ഒരു 1 മില്യൺ ക്യാപിറ്റൽ മാർക്കറ്റൈസേഷൻ കഴിയുന്നത് ഞാൻ എൻ്റെ കോയിൻ വിൽക്കില്ല.
ഇതുവരെ 5 ദിവസം റിപ്പീറ്റഡ് ആയിട്ട് ഒരു സീരീസ് പോലെ വീഡിയോ ഇടാനാണ് താല്പര്യപ്പെടുന്നത്. മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാനിത് 2.96 ജസ്റ്റ് സ്വാപ്പ് ചെയ്യാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു, സ്വാപ്പ് കൊടുത്തു. അപ്പോൾ വാണിംഗ് ഒക്കെ തരും, കാരണം ഇപ്പോഴത്തെ സ്വാപ്പിൽ നല്ല ഒരു ഹൈക്ക് കോയിൻ എന്തായാലും വരും. കാരണം നിലവിൽ റീസെൻ്റ്ലി പർച്ചേസുകളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ വരും. ജസ്റ്റ് മെറ്റാമാസ്കിൽ ഇത് സിഗ്നേച്ചർ കൊടുക്കാൻ വരും. എന്താ പറ്റിയില്ല. What happened guys? എന്തുണ്ടായിരുന്നറിയോ, ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ BNB ഉണ്ടായിരുന്നില്ല. ഇത് BNB ഇതായതുകൊണ്ട് തന്നെ ഞാൻ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. BNB ആണ് വേണ്ടത്. കുറച്ച് BNB വേണമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡോളറിനുള്ളത് BNB ആക്കാം. അപ്പോൾ നാളെ ഇത് ഇനിയിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫീസിനായിട്ട് BNB വേണമല്ലോ. അപ്പോൾ നിങ്ങളുടെ കുറച്ച് എമൗണ്ട് BNB വേണ്ടതാണ്. സോ അപ്പോൾ ഞാൻ $1 BNB മാറ്റുന്നുണ്ട്. നഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ല. ഫീസ് എടുത്ത് പോകാനുള്ള ഒരു BNB നമ്മുടെ കയ്യിൽ വേണമല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ BNB നമുക്ക് കൺഫേംഡായി. ദെൻ നമ്മളിത് സ്വാപ്പ് ചെയ്യാണ്. വാണിംഗ് ഒക്കെ ഓക്കെ കൊടുത്തു. കാരണം എന്താ വെച്ചാൽ 5% മേലെ നമ്മളിത് വാങ്ങണോടെ ഇനി ഉണ്ടാവും, ഒരു വിലക്കയറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വാണിംഗ് വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് സ്വൈപ്പ് കൊടുക്കുക. ഓക്കെ, പിന്നെയും എന്ത് പറ്റിയ സഹോദര, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറില്ല? എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറില്ലായിരുന്നു. ഓക്കെ, ഫീസിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഒരു ഏകദേശം 1.59 BNBക്കുള്ള ഡോളറിനുള്ള BNB വേണമെന്നാണ് പറയണത്. അപ്പോൾ സോ പ്രൊജക്റ്റോ ബിസിനസ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ കുറേ കാലം ചെയ്ത് നോക്കിയിട്ട് ക്രിപ്റ്റോയിൽ അധികം ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. $2 കൂടി. ഓക്കെ, ഹൗ അബൌട്ട് ദാറ്റ്? ജിങ്കിൾ കറു. ഓക്കെ, $2 ഞാൻ സ്വാപ്പ് ചെയ്യണം. വെറുതെ ഡാഷിലാണ് കുറച്ച് സ്വാപ്പിംഗ് ഫീസുകളാണ്. നാളെ നമ്മളൊരു 500 രൂപ ചെയ്ത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 500 രൂപ ചെയ്ത് നോക്കാം. അങ്ങനെ 5 ദിവസം നമ്മൾ 500 രൂപ ചെയ്ത് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇനിയിപ്പോൾ ഇതിലുള്ളതിനെ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ കൃത്യം സ്വാപ്പ് 5 കൊടുത്തു. ഇനി മര്യാദയ്ക്ക് പൊക്കോ, ആവശ്യമില്ലാത്തൊക്കെ ഞാൻ ചിലവാക്കി. ഇത്രയൊക്കെ ഫീസ് ഉണ്ടായിരുന്നു ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. ഇത്രയധികം ഫീസ് ഉണ്ടാവാറുണ്ടായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു എനിക്കറിയില്ല, കുറേ കാലം ചെയ്തിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഫീസ് കൊണ്ടു. $2 $3 എടുത്ത് 1.6, ഏകദേശം 150 രൂപയ്ക്ക് അടുത്തുള്ള BNB ഫീസായിട്ട് വന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ കൺഫേം കൊടുത്തു. ജസ്റ്റ് വെയിറ്റിംഗ്. ട്രാൻസാക്ഷൻ ഫീസിൻ്റെ പ്രശ്നം ഞാൻ തരാൻ തയ്യാറല്ലേ?
ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ, അതെന്താ സംഭവം. എന്ത് സംഭവം അത്? ഓക്കെ, ഇതിൻ്റെ വല്ല പ്രശ്നമാണ്. ഡോട്ടാണ് കിടക്കണത്. എന്താണെന്ന് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നമ്മളൊരു $2 മാത്രം ആക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വാപ്പ് പുറത്താക്കാം. നമ്മൾ സ്വാപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാ. ഇതിൽ ആരെങ്കിലും കോയം വാങ്ങി വില ഇടക്കിടക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കലേ വെറുതെ. ഓക്കെ, പിന്നെയും വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തു പ്ലീസ് അപ്രൂവ്. ഓക്കെ, ട്രാൻസാക്ഷൻ സബ്മിറ്റഡ് ആയി. സ്റ്റിൽ എന്തുണ്ടാവണോ? വെറുതെ പേജിൽ ഒരു ലോട്ട് ചെയ്തോക്കട്ടെ. എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചെമ്പരന്തല്ലേ, എൻ്റെ മാനിലെ മാതാവും മനക്കീക്കൽ. ഓക്കെ, നമ്മൾ ഡൂയിങ് എഗെയിൻ. ഓക്കെ, എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവണില്ല. എന്നാലും ഒന്ന് നോക്കട്ടെ നോട്. ഇതിൽ സ്വാപ്പ് ചെയ്താൽ നോട്ടെ. ഞാൻ നേരിട്ട് മറ്റേ മാസ്കിൻ്റെ ഉള്ളൊന്ന് ചെയ്ത് നോക്കാണ്. ഓക്കെ, സ്വാപ്പ് കൊടുത്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആയി. ഞാൻ നേരിട്ടിട്ട് മറ്റേ മാസ്കിനുള്ളിൽ ചെയ്ത കുറേ പ്രശ്നങ്ങൾ മറ്റേതിലിങ്ങനെ വന്നതുകൊണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ജസ്റ്റ് നേരെ ഇവിടെ പോയി ഒന്ന് പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം പെട്ടെന്നൊരു കറക്ഷൻസ് വന്നത്. ഓക്കെ, ഇവിടെ $47 നമ്മുടെ എന്ത് കാണിച്ചിരുന്നത്, ലിക്വിഡിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നേരെ 50 മാറിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. എത്ര പർച്ചേസ് ചെയ്തത്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ സെല് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു വിഹിതം
നെറ്റ്വർക്കിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അതായത് നമുക്കും കിട്ടും, നമുക്ക് വേറെ അക്കൗണ്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കും കിട്ടും. ഓക്കെ, ഇതൊക്കെ ഇപ്പം നടന്ന ട്രേഡുകളാണ്. ഇത് ഏതെങ്കിലും ഒരു ബോട്ട് ചെയ്തതായിരിക്കണം. ഓക്കെ, ഇതൊക്കെ സെയിം ടൈം ആയതുകൊണ്ട്, ഈ രണ്ടും സെയിം ടൈം ആയതെന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങണതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ട് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അല്ലോ സോറി അല്ലേ, ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് കാണാനില്ലല്ലോ. 11-ാം തീയതിയാ ഇന്ന്, 11-ാം തീയതി ഇല്ലേ, പക്ഷേ 1-ാം മാസമല്ലത്. നമ്മൾ വാങ്ങിയത് എന്തായാലും നെറ്റ്വർക്ക് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റിയിൽ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി നോക്കാം. ഓക്കെ, കോയിൻ പ്രൈസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ടോട്ടൽ ഫൈനൽ വാല്യുവേഷൻ $207, $117 നിന്ന് 207 ആയിട്ട് മാറിയിട്ടുണ്ട്. കോയിനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇത് കാണിക്കണില്ല, ടോട്ടൽ വർത്ത് മാർക്കറ്റ് ക്യാപ്പ് അപ്ഡേറ്റ് ചെയ്യണില്ല. പക്ഷേ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് ബൈ നടന്നത് കാണിച്ചു, ബൈ നടന്നവിടെ കാണിച്ചു, നമ്മുടെ വാല്യുവേഷൻ കാണിച്ചു, അഡ്രസ്സ് കാണിച്ചു, ബൈ ഡിക്റ്റേറ്റ് ചെയ്തു. ഗ്രാഫിൽ ടോട്ടൽ വോളിയം 207 മാറിയിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി 50.3. അപ്പം നമുക്ക് നാളെ കുറച്ച് കോയിൻ ഒന്ന് വാങ്ങി നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കാണണമെന്നും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതുമായി ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോയിൻ തിരഞ്ഞെടുത്തേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ലീഡേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഓൾറെഡി നമുക്ക് ഏകദേശം 100-ലധികം ആൾക്കാർ, എന്തായാലും 135 ഹോൾഡേഴ്സ് ഉണ്ട്. ഞാനതിൻ്റെ കോയിൻ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ആൾക്കാരെ കാണിച്ചു തരാം. ഇതാണ് കോയിൻ ഹോൾഡേഴ്സിൻ്റെ ടോട്ടൽ വാല്യുവേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ഇനിയിപ്പോൾ വന്നിട്ടുണ്ട്, ഇതുവരെ നമ്മൾ ഇതിലുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മളത്തെ 58-ാമത്തെ അങ്ങടാണ് ലിസ്റ്റിലൊക്കെ എടുക്കണ്ടായിരുന്നത്. എൻ്റെ ഈ അക്കൗണ്ട് ഞാൻ ഉണ്ടാകുന്ന കോയിനുകളൊക്കെ മുമ്പ് വിറ്റും ഒക്കെ അവസാനിപ്പിച്ചതാണ്, അയച്ചു കൊടുത്തിട്ടൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈസ റേറ്റായിട്ട് വന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിലിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. നമ്മൾ ഇല്ല, ഒരു നമ്മുടെ അക്കൗണ്ട് ഇത് ഞാനാന്ന് വിചാരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. അതെ, 9.5. അതെ, അത് ഞാനാണ്. ഇപ്പോൾ 1% കോയിൻ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് വന്ന് ഒരു 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ കോയിൻ ഒന്ന് വാങ്ങി നോക്കാം. അപ്പോൾ കോയിൻ്റെ പ്രൈസ് ഹൈക്കാവും നമുക്ക് കാണാം, ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി നോക്കിയാൽ മതി. നമുക്ക് നാളെ ഇതേപോലെ ഒരു 500 രൂപയ്ക്കുള്ള കോയിൻ വാങ്ങാം. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം, നാളത്തെ വീഡിയോയിൽ.